അനധികൃത കുടിയേറ്റക്കാരെ ജയിലിലേക്ക് മാറ്റാനുള്ള തീരുമാനവുമായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഗ്വാണ്ടനാമോ ജയിലിലേക്ക് അയക്കാനാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. ഗ്വാണ്ടനാമോയിലെ തടവറകൾ വിപുലീകരിക്കാനും ട്രംപ് ഉത്തരവിട്ടിട്ടുണ്ട്. 30,000 പേരെ താമസിപ്പിക്കാൻ കഴിയും വിധം തടവറ വിപുലീകരിക്കാനാണ് ഉത്തരവ്. 2001 സെപ്റ്റംബർ 11 നടന്ന ഭീകരാക്രമണ കേസിലെ പ്രതികളെ തടവിലാക്കിയ കുപ്രസിദ്ധ ജയിലാണ് ഗ്വാണ്ടനാമോ. ട്രംപിൻ്റേത് അതിക്രൂരമായ തീരുമാനമെന്നാണ് ക്യൂബയുടെ പ്രതികരണം. ചിക്കാഗോ, ന്യൂയോർക്ക്, ഡെൻവർ, ലോസ് ആഞ്ചലീസ് എന്നിവിടങ്ങളിൽ നിന്ന് ജനുവരി 20 അമേരിക്കയുടെ പ്രസിഡന്റായി അധികാരമേറ്റതിന് ശേഷം കുടിയേറ്റക്കാർക്കായി റെയ്ഡുകൾ നടന്നിട്ടുണ്ട്. ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം നിരവധി അനധികൃത കുടിയേറ്റക്കാർ ഇതിനോടകം അറസ്റ്റിലായിട്ടുമുണ്ട്. അമേരിക്കൻ ജനതയ്ക്ക് ഭീഷണിയായ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ കുടിയേറ്റക്കാരെ തടങ്കലിൽ വെക്കാനുള്ള എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവെക്കുകയാണ്. 30,000 കുടിയേറ്റക്കാരെ ഉൾക്കൊള്ളിക്കാനുള്ള സൗകര്യമൊരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അവരിൽ ചിലർ വളരെ അപകടകാരികളായ ആളുകളാണ്. അവരുടെ രാജ്യങ്ങൾ പോലും അവരെ സ്വീകരിക്കാൻ തയ്യാറാകില്ല. അതുകൊണ്ടാണ് ഗ്വാണ്ടനാമോയിലേക്ക് അയക്കുന്നതെന്നുമാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ കുടിയേറ്റത്തിനെതിരെ ശക്തമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ വ്യക്തിയാണ് ഡൊണാൾഡ് ട്രംപ്. സൈനിക ശക്തി ഉപയോഗിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പിടിയിലാകുന്ന കുടിയേറ്റക്കാരെ അമേരിക്കയിൽ നിന്ന് നാടുകടത്തുന്നത് വിലങ്ങണിയിച്ചാണെന്ന ആരോപണം നിലവിലുണ്ട്. അനധികൃത കുടിയേറ്റക്കാരുമായി ബ്രസീലിലെ മനൌസിൽ ലാൻഡ് ചെയ്തപ്പോൾ വിമാനത്തിലുണ്ടായിരുന്ന 88 പേരുടെ കൈകളിൽ വിലങ്ങണിയിച്ചിരുന്നു. അമേരിക്കയ്ക്ക് പുതിയൊരു സുവർണ്ണ കാലഘട്ടം വാഗ്ദാനം ചെയ്താണ് ട്രംപ് തന്റെ രണ്ടാം ഊഴത്തിന് തുടക്കമിട്ടത്. സ്ഥാനാരോഹണ പ്രസംഗത്തിലുടനീളം നിറഞ്ഞു നിന്നത് അമേരിക്കയുടെ മഹത്വം വീണ്ടെടുക്കുമെന്ന ആവർത്തിച്ചുള്ള പ്രഖ്യാപനങ്ങളായിരുന്നു. അമേരിക്കയിൽ 11 ദശലക്ഷം അനധികൃത കുടിയേറ്റക്കാർ ഉണ്ടെന്നാണ് കണക്ക്. ട്രംപ് ഭരണകൂടം അമേരിക്കൻ ജനതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ വാഗ്ദാനങ്ങൾ പാലിക്കുകയാണെന്ന് വൈറ്റ് ഹൗസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് പറഞ്ഞു. നിലവിൽ 15 തടവുകാരാണ് ഗ്വാണ്ടനാമോ ജയിലിലുള്ളത്. 2002 അന്നത്തെ US പ്രസിഡന്റ് ജോർജ് W. ബുഷാണ് ഭീകരരെ പാർപ്പിക്കാനായി ഗ്വാണ്ടനാമോയിൽ ജയിൽ തുറന്നത്. ഭീകരർക്കുള്ള ജയിലറകളിൽ നിന്ന് വ്യത്യസ്തമായാണ് കുടിയേറ്റക്കാർക്കുള്ള സൗകര്യം ഒരുക്കുകയെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ക്രൂരമായ ശിക്ഷാവിധികൾ നടപ്പിലാക്കാൻ അമേരിക്ക ഉപയോഗിക്കുന്ന തടങ്കൽ പാളയമാണ് ഗ്വാണ്ടനാമോ ബേ. 1903 ഒരു ഉടമ്പടി പ്രകാരം ഹവാനയിൽ നിന്ന് പാട്ടത്തിനെടുത്ത തെക്കുകിഴക്കൻ ക്യൂബയിലെ തീരപ്രദേശത്തുള്ള US നാവിക താവളത്തിൽ 2002 ജനുവരിയിലാണ് ഗ്വാണ്ടനാമോ ബേ സൈനിക ജയിൽ തുറക്കുന്നത്. പതിറ്റാണ്ടുകളായി അമേരിക്ക കടലിൽ പിടിച്ചു വെച്ച കുടിയേറ്റക്കാരെ തടഞ്ഞുവെക്കാൻ ഗ്വാണ്ടനാമോ സൈനിക താവളം ഉപയോഗിച്ചിരുന്നു. എന്നാൽ ഭീകരവാദം ആരോപിക്കപ്പെട്ടവരെ താമസിപ്പിച്ചിരുന്നത് ഗ്വാണ്ടനാമോയ്ക്കടുത്തുള്ള മറ്റൊരിടത്താണ്. ഇവിടെ തടഞ്ഞുവെച്ചിട്ടുള്ള കുടിയേറ്റക്കാരുടെ എണ്ണം വളരെ കുറവാണ്. നിരവധി മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇതിലൊന്നാണ് ഭക്ഷണം നിരസിക്കുന്നവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കുന്നത്. ഭക്ഷണം ആവശ്യമാണെന്ന ന്യായീകരണമാണ് US സൈന്യം പറയുന്നതെങ്കിലും മനുഷ്യാവകാശ ലംഘനമാണിതെന്നാണ് ആരോപണം. മൂക്കിലേക്കും വയറിലേക്കും ട്യൂബ് കുത്തിത്തിരുതി പമ്പ് ചെയ്താണ് ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്നതെന്നാണ് പ്രത്യേകത. നിഗൂഢതകൾ ഏറെയുണ്ട് ഗ്വാണ്ടനാമോയ്ക്ക്. ട്രംപിന്റെ പുതിയ നീക്കത്തോടെ വീണ്ടും ഗ്വാണ്ടനാമോ ചർച്ചയാവുകയാണ്.